ശിവ ശിവ ശിവോഹം. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കുമല്ലോ. അപ്പോൾ അവിടെ വീട്ടിൽ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അതൊരു പ്രത്യേക രീതിയിലാണ്, അത് പറയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എണ്ണ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന വരികൾ ഉരുവിട്ട ശേഷം നിങ്ങൾ എണ്ണ ഒഴിക്കുക. അങ്ങനെ ദിവസവും ചെയ്യുക. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു രീതിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇങ്ങോട്ട് ചെയ്ത് നോക്കുക. ഞാൻ അത് പറഞ്ഞുതരാം. വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ആ വിളക്കിനുള്ളിലേക്ക് വീണ്ടും ഒരു തുള്ളി എള്ളെണ്ണ ഈ വരികൾ ഉരുവിട്ട ശേഷം ഒഴിക്കണം. അങ്ങനെയാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അത് ആ വിളക്ക് തെളിയിച്ച കത്തുന്ന വിളക്കിലേക്ക് വേണം ഒരു തുള്ളി എള്ളെണ്ണ ഒഴിച്ചാൽ മതി, ഈ വരികൾ ഉരുവിട്ട ശേഷം. അങ്ങനെ ചെയ്തു നോക്കുക ദിവസവും. ആ മന്ത്രം ഉരുവിടുമ്പം നിങ്ങൾ ആ മന്ത്രം ഉരുവിടുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്, മനസ്സിൻ്റെ ശ്രദ്ധ വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ആ മന്ത്രം നിങ്ങളൊന്നും ഞാനീ പറയുന്ന രീതിയിലൊന്ന് ഉരുവിട്ട് ഒരു തുള്ളി എണ്ണ കത്തുന്ന വിളക്കിലോട്ട് ഒഴിച്ചു നോക്കിക്കേ. ദിവസവും ചെയ്ത് നോക്കിക്കേ. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്തിട്ട് ഫലമില്ലേ വിട്ടേരെ. പക്ഷേ ഇത് നിങ്ങൾ ദിവസം ചെയ്ത് നോക്കിയേ. ചെയ്തവർക്കൊക്കെ ശുക്രൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ശുക്രനാന്ന് പറയുന്നത് അയാൾക്ക് എന്താണ്, വലിയ സാമ്പത്തികം, സുഖ സൗകര്യങ്ങൾ, അത് അയാൾക്ക് ശുക്രൻ അടിച്ചെന്ന് പറയും. അതുപോലെയുള്ള അനുഭവം ഉണ്ടാകും. വലിയ ഐശ്വര്യങ്ങൾ വരും, വലിയ സാമ്പത്തിക സ്ഥിതി ഒക്കെ വരും. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ വരും. അതാണ് ഈ ശുക്രൻ അടിച്ചെന്ന് പറയുന്നത്. വീട്, വാഹനം, ഭൂമി എന്ന് വേണ്ട സകല ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അപ്പോൾ അതുങ്ങൾ ചെയ്തു നോക്കുക ദിവസവും. ഇതിൽ ചെയ്തു നോക്കുന്നതിൽ നല്ല കാര്യമാണ്. ചെയ്തു നോക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, ചിലവുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് ചെയ്തു നോക്കുക, ദിവസവും ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം നിങ്ങൾ ഒരു മാസം അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മാറ്റം നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. അതുപോലെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഏത് കാര്യം മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ, അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ആ കുടുംബത്തിലെ വലിയ ഐശ്വര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇത് വീട്ടിൽ ചെയ്യാം. ഓഫീസിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്ഥാപനമുണ്ട്, അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്, അവിടെയും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം വിളക്ക് കത്തിക്കുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യം ചെയ്ത് നോക്കുക. ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുമോ ഇല്ലയോ നമുക്കൊന്നറിയാം. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ കണ്ടോളും. നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് വില അറിയത്തില്ല. ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോളും, അവർക്കത് ഗുണം ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞൊരു വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ അതിലേക്കുള്ള നല്ല കാര്യങ്ങളും സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ. പിന്നെ ശരനൂൽ രഹസ്യം, അതായത് ശാസ്ത്രവിദ്യ, അത് ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അത് ഞാനൊരു ശിവയോഗിയാണ്. നമ്മൾ ആ ഗുരുപരമ്പര എന്നുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ നല്ല കാര്യങ്ങളാണല്ല. ആവശ്യമുള്ളവർ ഈ വീഡിയോ പറയുന്നുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കെപ്പോഴും വർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്ത് ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പിന്നെ മുൻപിനാക്കുമ്പോൾ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ, എന്നാലാവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. ഡീറ്റെയിലായിട്ട് വിശകലനം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്, ചെയ്യേണ്ടവരുടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ കാര്യം വളരെ ചുരുക്കി, വലിയ കഥ പറയരുത്. നമ്മൾ ഉണ്ടായപ്പോൾ തൊട്ടുള്ള കഥകൾ പറയരുത്. ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ചുരുക്കി ആ കാര്യം മാത്രം ചോദിച്ചാൽ ഞാൻ എൻ്റെ അറിവിലുള്ള നല്ല കാര്യം പറഞ്ഞുതരാം. പറഞ്ഞു മനസ്സിലായോ? അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ ഡീറ്റെയിലായിട്ട് വിശകലനം ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പം
പിന്നെ ചിലർ പറഞ്ഞ സൗണ്ടൊന്നും കേൾക്കത്തുമില്ല, ചിലർ പറഞ്ഞ് അങ്ങ് നിർത്തത്തുമില്ല. അങ്ങനെയുള്ള വാട്സപ്പൊന്നും ഞാൻ നോക്കത്തില്ല. വളരെ ചുരുക്കി ഒരു അത്യാവശ്യ കാര്യം ചോദിച്ചാൽ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞുതരാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ രീതിയിൽ വാട്സപ്പിൽ ഇടുക, പ്രിയമായ റിപ്ലൈ തരും, എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് തരും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കാം. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ നമ്മളിപ്പോൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് വിളക്കിൻ്റെ ദീപം തെളിയിച്ചു, എണ്ണയെല്ലാം ഒഴിച്ച്. അത് കഴിഞ്ഞാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി നിങ്ങൾ വിളക്ക് തെളിയിച്ചു, വിളക്കിൻ്റെ തിരികളെല്ലാം കത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന വരികൾ ജപിച്ച ശേഷം വീണ്ടും ഒരു തുള്ളി എണ്ണ ജപിച്ച ശേഷം വിളക്കിലേക്ക് ഒഴിക്കണം. ഇത് രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം, ദിവസവും ചെയ്യാം. ഒരു തുള്ളി എള്ളെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി വിളക്ക് കത്തി നിൽക്കുക. അതായത് നിങ്ങൾ 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ചു, വിളക്ക് കത്തി നിൽക്കുന്നു. അങ്ങനെ കത്തി നിൽക്കുന്ന ആ വിളക്കിലേക്ക് ഈ പറയുന്ന വരികൾ ഉരുവിട്ട ശേഷം ഒരു തുള്ളി എള്ളെണ്ണ ഒഴിക്കുക, മതി. അങ്ങനെ ഒരു വിദ്യയാണ്. അപ്പോൾ അതായത് ഒരല്പം കൂടെ എണ്ണ വിളക്കിലേക്ക് ഒഴിക്കുക. ആ ഒഴിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചിട്ട് ഒരു നുള്ളി എള്ളെണ്ണ ഒഴിക്കുക കത്തി നിൽക്കുന്ന വിളക്കിലേക്ക്. ഒരു നുള്ളി ഒഴിച്ചാൽ മതി. അപ്പോൾ അതിന് മന്ത്രം ഇതാണ്. അത് വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം. കാരണം ഇത് എഴുതിയിടുന്നത് ഇച്ചിരി മെനക്കേടാണ്. എങ്കിലും പോട്ടെ, നിങ്ങൾക്ക് ഒരു ഫലമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിത് എഴുതിയിടാം. അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഏതായാലും ഞാനൊന്ന് ജപിച്ചു തരാം. മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്ന്യൈ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ജയലക്ഷ്മി, സരസ്വതി, സിദ്ധലക്ഷ്മി, മോക്ഷലക്ഷ്മി, ശ്രീലക്ഷ്മി, വരലക്ഷ്മി പ്രസന്ന ഭവ സർവദാ. ലക്ഷ്മി കടാക്ഷം പരിപൂർണം, ലക്ഷ്മി കടാക്ഷം പരിപൂർണം, ലക്ഷ്മി കടാക്ഷം പരിപൂർണം. ഓം കൃഷ്ണായ നമഃ. ഇത്രയും ജപിക്കണം. ഇത്രയും ജപിച്ചിട്ട് ഒരു തുള്ളി എള്ളെണ്ണ വീണ്ടും വിളക്കിലേക്ക് ഒഴിക്കുക, മതി. ഇത്രയും ജപിച്ച ശേഷം. അപ്പോൾ ഇത്രയും ജപിച്ചാൽ ഫലം കിട്ടുമോ? നിങ്ങൾ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ജപിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ജപിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി ജപിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ വരികൾ ജപിച്ചുകൊണ്ട് ഫലം കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ അകത്ത് ഒരു ഫലം കിട്ടേണ്ട ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്നറിയോ? ഈ വരികളെല്ലാം ജപിക്കും. ഇതിൻ്റെ അത് ലക്ഷ്മി എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ ഉച്ചിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. ലക്ഷ്മി. ഈ ഇത്രയും വരികൾക്കിടയിൽ പലപ്പോഴും ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, ജയലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, സിദ്ധലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, മോക്ഷലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, വരലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, ലക്ഷ്മി കടാക്ഷം എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ലക്ഷ്മി എന്ന് ഉച്ചരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉച്ചിയിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉച്ചിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വേണം. ലക്ഷ്മി എന്ന് ഉച്ചരിക്കുന്ന മാത്രം നിങ്ങളുടെ ഉച്ചരിക്കുമ്പോൾ ഉച്ചയിൽ ശ്രദ്ധിക്കണം. ഇത് വാഗൊണ്ടാണ് ജപിക്കുന്നത്. അങ്ങനെ ജപിക്കണം. അങ്ങനെ ജപിക്കുന്നതിൻ്റെ കാര്യം എന്താ? ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കരുത്. അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണെന്നറിയോ? ഈ സഹസ്രാരത്തിലാണ് ഇതിൻ്റെ എല്ലാ രഹസ്യം ഇരിക്കുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ സഹസ്രാരത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മന്ത്രത്തിൻ്റെ പ്രസക്തമായ ലക്ഷ്മി എന്നുള്ള ശബ്ദം, ആ ലക്ഷ്മി എന്നുള്ള ആ ദേവത ഉച്ചരിക്കുമ്പോൾ ഈ സഹസ്രാരത്തിൽ ഉച്ചിയുടെ മധ്യത്തിൽ, അതാ സഹസ്രാരം ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ഉച്ചിയുടെ മധ്യത്തിൽ അവിടെ ശ്രദ്ധിച്ച് ആ ലക്ഷ്മി എന്നുള്ളത് ഉച്ചരിക്കുമ്പോൾ ഈ സഹസ്രാരവും പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്ന് കരുതി ഒരു ദിവസം ചെയ്താൽ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് വിശ്വാസത്തോടെ പല ദിവസങ്ങൾ, ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കുക. 21 ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ അറിയാൻ തുടങ്ങും. പിന്നെ അത് ഒരു വശമായി കഴിയുമ്പോൾ പിന്നെ ദിവസം ചൊല്ലുമ്പോഴും കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ സഹസ്രാരമാണ് പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ആ ദേവത ലക്ഷ്മി എന്നുള്ള ശബ്ദം ഇവിടെ ശ്രദ്ധിച്ച് ഉച്ചരിക്കുമ്പോൾ ആ ലക്ഷ്മി എന്നുള്ള ആ ചൈതന്യത്തിൽ നിന്ന് നിങ്ങളിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു തുടങ്ങും. പിന്നെ അവസാനം നമ്മൾ ജപിക്കുന്നുണ്ട് ഓം കൃഷ്ണായ നമഃ. അതും ഇവിടെ തന്നെ ശ്രദ്ധിച്ച് ജപിക്കണം.
അപ്പോൾ ആ കൃഷ്ണൻ്റെ മഹത്തായ ഐശ്വര്യം നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കത് വേണ്ട ഫലം കിട്ടാത്തതിൻ്റെ കാര്യം നമ്മളുടെ ബോധവുമായിട്ട് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്ന വിദ്യ കണക്റ്റ് ആകാത്തതുകൊണ്ടാണ്. ആ ശരിയായിട്ട് ചെയ്താൽ അത് ഫലം ഉണ്ടാവും. നമ്മളുടെ ബോധവുമായിട്ട് കണക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചക്രാസുമായിട്ട് കണക്റ്റ് ആകണം. അപ്പം നമ്മുടെ ചക്രാസുമായിട്ട് കണക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ സഹസ്രാരത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഈ സഹസ്രാരത്തിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിലെ എല്ലാ ചക്രാസിനെയും എനർജറ്റിക് ആക്കും. എല്ലാ ചക്രാസിനും ആവശ്യത്തിലുള്ള എനർജി കിട്ടും. അപ്പോഴാണ് നമ്മളിൽ മാറ്റമുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എത്ര വാഗുകൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ചാലും ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഇതൊക്കെ ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും ചെയ്യുന്ന രഹസ്യവിദ്യകളാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു സാധാരണ പോലെ ഇങ്ങനെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. മഹാമഹർഷിമാർ, സിദ്ധന്മാർ, ശിവയോഗികൾ ഒക്കെ ഈ വിദ്യ പ്രയോജനപ്പെടുത്താറുണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിച്ച ശിവശിവേ നമശിവായ ഒക്കെ ജപിക്കാറുണ്ട്. അങ്ങനെയാണ് അവർ ആ ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്നത്. അപ്പോൾ ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത രഹസ്യമായി പറഞ്ഞു തരുന്നത്. ഇതെന്താണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയും വിദ്യയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകാനാണ്? സമ്പത്ത്, ഐശ്വര്യം, വീട്, ഭൂമി, വാഹനം, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ സന്യാസവുമായി ബന്ധപ്പെട്ട വിദ്യ അല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ലൗകികമായ സുഖങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള വിദ്യകളാണ് പറഞ്ഞു തരുന്നത്. കാരണം ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ ഇതൊക്കെ മാറാനുള്ള വിദ്യയായി പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഇത് ആരും പറഞ്ഞു തരത്തുമില്ല, ആരുടെ പുറകെ നടന്നാലും കിട്ടത്തുമില്ല. കാരണം ഇത് അറിയാതെ എങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും ഒന്നും പുറകെ നടന്നാൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും നല്ല രീതിയിൽ ജീവിതം മാറ്റുന്ന സത്യസന്ധമായ പ്രായോഗികമായ ജീവിതം മാറ്റുന്ന കാര്യങ്ങളെ പുറകെ പോകണം. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം വാട്സപ്പിൽ ഓരോരുത്തർ ചോദിക്കുന്നത്. ഒരാൾ ചോദിച്ചത് ഉപ്പനെ മരിച്ചു കിടക്കുന്നുണ്ട്, ദോഷമുണ്ടോ? എന്നാ ദോഷമാണ്? എല്ലാ ജീവികളും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അതുങ്ങൾക്ക് ജനിക്കാനും മരിക്കാനും ഉള്ള അവകാശമുണ്ട്. നമ്മൾ കണ്ടാൽ ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞ സുഹൃത്ത്, ഒരു ദോഷവും ഇല്ല. ഇതൊക്കെ ഈ ഓരോ വീഡിയോകളിലേക്ക് ഓരോരുത്തരും ഓരോന്നും വിളിച്ചു പറയുന്നതായിട്ട് അതൊക്കെ പലരും പല മണ്ടത്തരങ്ങളും അല്ലെ പല തെറ്റായ കാര്യങ്ങളും പറയും. പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക. ഈ യൂട്യൂബിലൊക്കെ യോഗവിദ്യയെക്കുറിച്ചും കുണ്ടലിനെക്കുറിച്ചും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ചിലതൊന്നും ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ചിലതൊന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ അപ്പോഴേ അതിൽ നിന്ന് ഞാൻ ആ വീഡിയോ ഒന്ന് മാറും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലോ പറയുന്നതെന്നറിയോ, ശരിക്കും ഈ ശിവനുമായി അല്ലെ ശിവയോഗവുമായി അതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യങ്ങളല്ല. അവരെന്തോ തിയററ്റിക്കലായിട്ട് എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് പലതും പറയുന്ന അനുഭവം ഉള്ളവർ പറയുന്നതും ഇപ്പം ഞാൻ പറയുന്ന ഒരു ശിവവിദ്യ ചെയ്താൽ നിങ്ങൾക്കത് അനുഭവം ഉണ്ടായ എത്രയോ ആളുകൾ അത് അനുഭവത്തിൽ ശിവയോഗത്തിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട് ശരിയായിട്ട് ചെയ്യുന്നവർക്ക്. ശരിയായിട്ട് ചെയ്യാത്തവരോട് പറ്റാത്തവരോട് ഞാൻ ചെയ്യേണ്ടെന്നും പറയുകയും ചെയ്യും. ശരിയായിട്ട് മനസ്സിലാകുന്നവർക്ക് അവർ ചെയ്യുക, ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊക്കെയെന്ന് വെച്ചാൽ അത് സത്യസന്ധമായ അതിന് ബേസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാവരും മോശക്കാരാണെന്നോ മോശം കാര്യങ്ങളെന്നോ നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോളുക. തെറ്റായ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത അബദ്ധങ്ങളുടെ പുറകെ പോകരുത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മളുടെ വീഡിയോ കാണുന്ന പലരും അങ്ങനെ പല മണ്ടത്തരങ്ങളുടെയും പുറകെ പല വീഡിയോയിലും പലരും പറയുന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ അല്ലെ ആരാണെങ്കിലും വേറെ ആളുകളാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്നത് ഫോളോ ചെയ്യുക. ഈ തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത്. ഞാൻ വീഡിയോ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകരുത്. അങ്ങനെ പോകുന്നവരോട് ഞാൻ ഒന്നും പറയാൻ എനിക്കില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം നന്മയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചുമ്മാ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ പറയുന്നതിന് പുറകെ പോകരുത്. പിന്നെ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ കേട്ടോളൂ, നല്ലത് തന്നെ. ആര് നല്ല കാര്യം പറഞ്ഞാലും അതിനെയൊക്കെ ഫോളോ ചെയ്തോളൂ.
അതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിയുമ്പോൾ ആ വീട്ടിൽ കലഹങ്ങൾ മാറി നിൽക്കും, സമ്പത്ത് വരും, ഐശ്വര്യം ഉണ്ടാകും. വീട്ടിൽ സാമ്പത്തിക ഒരു നല്ല രീതിയിൽ ഈശ്വരീയമായ അനുഗ്രഹത്തോടു കൂടിയ സമ്പത്ത് വന്നു കഴിയുമ്പോൾ തന്നെ വീട്ടിലെ അവസ്ഥ അങ്ങ് മാറും. നമ്മൾ നല്ല രീതിയിലുള്ള പണം വന്നു കഴിയുമ്പം അതിനൊരു ഐശ്വര്യമുണ്ട്. എന്ന് വെച്ചാൽ ദൈവാധീനം കൊണ്ട് പണം ഉണ്ടായി കഴിയുമ്പോൾ അതിനൊരു ഐശ്വര്യമുണ്ട്. ആ വീട്ടിൽ അത് അനുഭവിക്കാനും എല്ലാവർക്കും പറ്റും. നമ്മൾ തെറ്റായ വഴികളിലൂടെ പണം ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കർമ്മദോഷം ഉണ്ടാകും. അത് നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചടി കിട്ടും. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് നല്ല ചിന്തയോടെ നല്ല പ്രവൃത്തിയോടെ അതിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിനും അത് ഉപകാരപ്പെടും, നമുക്കും അത് ഉപകാരപ്പെടും. അതാണ് ലക്ഷ്മിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും അനുഗ്രഹത്തോടെ കിട്ടുന്ന ആ പണത്തിലുള്ള ഗുണമെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി? ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നാ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയാണെന്ന്. ആ പെൺകുട്ടിയുടെ അച്ഛനോ, ഉദാഹരണം പറയുന്നത് കേട്ടോ, ആ പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സഹോദരങ്ങൾക്കോ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനോ ഒന്നും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഈ പെൺകുട്ടി എന്തെല്ലാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അവരോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവർക്കൊന്നും കറക്റ്റായിട്ടൊരു മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം ഈ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പെൺകുട്ടി ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ ജീവിതത്തിൽ അവരെന്തെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതും അവനവനാണ്, മറ്റുള്ളവരല്ല. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഡൈവേഴ്സ് ആകണമെങ്കിൽ അല്ലാതെ മാർഗ്ഗമില്ലെങ്കിൽ ഡൈവേഴ്സ് ആകുക. അത് അവനവനാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരോടും അഭിപ്രായം ചോദിക്കരുത്. ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാറില്ല. അത് അവനവൻ എടുക്കേണ്ട തീരുമാനമാണ്. ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സ്വയം തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു തീരുമാനമെടുത്തു, ഇപ്പം ഒന്നിച്ച് പോകണമെന്നാണ് തീരുമാനിക്കുന്നത്, അതിനെന്തെങ്കിലും നല്ല വഴിപാട് പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞു കൊടുക്കും. അതല്ല, ഞങ്ങൾ ഡൈവേഴ്സ് ആകാൻ തീരുമാനിച്ചു, അപ്പോൾ നിങ്ങൾ തീരുമാനം എടുത്തു, പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ഒന്ന് വേഗമാകാൻ എന്തെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളോ ഉണ്ടോ? എൻ്റെ അറിവുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് അവനവനാണ്. അവനവന് തീരുമാനം എടുത്തില്ലെങ്കിൽ അത് മറ്റുള്ളവരെ പറയുന്ന കേട്ട് പ്രവർത്തിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ജീവിതത്തിൽ. കാരണം കറക്റ്റ് ആ ഒരു അവസ്ഥ അവനവനെ അറിയത്തുള്ളൂ. ഇത് വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാറില്ല. നമുക്ക് പറ്റത്തില്ലെങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറ്റത്തില്ല എന്ന് തന്നെ തീരുമാനം എടുക്കണം. അതിനുള്ള ഡൈവേഴ്സ് ചെയ്യണം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചേർന്ന് തന്നെ പോകണം. ഒരു കുടുംബം എപ്പോഴും ഇല്ലാതാകാൻ എളുപ്പമാണ്, പക്ഷേ കുടുംബം ഉണ്ടാകാനാണ് പാട്. അപ്പോൾ ഒരു തരത്തിലും പറ്റത്തില്ലെങ്കിൽ നമ്മളാ തീരുമാനം എടുക്കേണ്ടത്. അത് മറ്റാരുമല്ല, അതൊരു ജ്യോതിഷനുമല്ല, അത് നിങ്ങളുടെ കൂട്ടുകാരുമല്ല, നാട്ടുകാരുമല്ല, അവനവനാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കാൻ പലരോടും പറയണ്ട, എന്നോട് അത് ചോദിക്കരുത്. അത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്കിപ്പം ഡൈവേഴ്സ് ആകാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണം, ആ വഴിപാടുകൾ പെട്ടെന്നൊന്ന് ആ കാര്യങ്ങൾ പ്രോസസ്സിങ് പെട്ടെന്ന് നടക്കാൻ എന്തെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളോ ഉണ്ടോ? എൻ്റെ അറിവുള്ള നല്ല കാര്യം പറയും. ഇനി അല്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് പോകണം, പക്ഷേ ഒന്നിച്ച് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളാൽ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ചെറുക്കനും പെണ്ണിനും ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിന് പറ്റും നല്ല വഴിപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായോ? എൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അതിനാരോടും ചോദിച്ചിട്ട് കാര്യമില്ല, വേറെ ആരുമല്ല. അവനവൻ തീരുമാനം എടുക്കുക, അതിനുള്ള ധൈര്യം കാണിക്കണം. അപ്പോൾ ആ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ അനുഭവിക്കുന്ന കാര്യം, അതുകൊണ്ട് അവനവൻ തീരുമാനം എടുക്കാൻ പറ്റും. വേറെ ആൾക്ക് അറിയത്തില്ല ഈ വ്യക്തി എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന്. അതുപോലെ വേറൊരാൾക്ക് കറക്റ്റായിട്ട് അഭിപ്രായം പറയാനും പറ്റത്തില്ല. അപ്പോൾ അവനവൻ തീരുമാനം എടുക്കണം. പിന്നെ ഞാനല്ലെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാറില്ല. പിന്നെ ഒരാളൊരു ജോലി മാറുന്നു, ജോലി മാറണോ മാറണ്ടയോ എന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ അഭിപ്രായം പറയാറില്ല.
പിന്നെ ആ സമയം, ഇപ്പോഴത്തെ സമയം അനുകൂലമല്ല. ഇപ്പം നിങ്ങൾ ജോലി മാറിയാൽ പുതിയ ജോലി കിട്ടത്തില്ല, അതിനുള്ള വഴിപാട് പറഞ്ഞു കൊടുക്കും. അല്ല ഇപ്പം ജോലി മാറിയാൽ നല്ലതായിരിക്കത്തില്ല എന്ന് ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കും. മാറണോ വേണ്ടോ എന്ന് അവനവൻ തീരുമാനിക്കണം. പുതിയ ജോലി കയറി, അപ്പോൾ പുതിയ ജോലി കയറണം, ഒരു പുതിയ ജോലി വേണമെങ്കിൽ അതിനുവേണ്ടി അവനവൻ വിചാരിക്കണം. അപ്പോൾ അതിന് തടസ്സം ഉണ്ടെങ്കിൽ വഴിപാട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ തീരുമാനങ്ങൾ എപ്പോഴും അവനവൻ്റെ ആയിരിക്കണം. കുറച്ച് തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ പഠിക്കണം, പറഞ്ഞാൽ മനസ്സിലാവും. അത് വേറൊരാളല്ല തീരുമാനിക്കുന്നത്. പിന്നെ തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം, നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പം മോശം സമയമാണ്, ഇപ്പം ജോലി മാറണ്ട, അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ തീരുമാനങ്ങൾ അവനവൻ്റേതായിരിക്കണം ജീവിതത്തിൽ. ചില ഇപ്പം ഒരു പെൺകുട്ടികളായിക്കോട്ടെ, അവരെ ആരെങ്കിലും നടന്ന് ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, അപ്പോൾ ആ പെൺകുട്ടിയോട് പലർക്കും ഇഷ്ടം തോന്നും. ചിലർ വന്നിട്ട് പറയും ഇഷ്ടമാണെന്ന് പറയും, ചിലർ പറയത്തില്ലെന്നേ ഉള്ളൂ, മറ്റു പലർക്കും ഇഷ്ടമായിരിക്കും എന്ന് കരുതി ആ പെൺകുട്ടിക്ക് ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ. എനിക്ക് പഠിച്ച് എനിക്കൊരു ജോലി നേടണം എന്നൊരു ലക്ഷ്യം വേണം. അപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ അത് വേണ്ടാന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അയാൾ എന്ത് വിചാരിക്കുന്നു പറഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. അങ്ങനെ ജീവിതം നശിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ധൈര്യം വേണം, ഒരു ലക്ഷ്യം വേണം. അതാണ് ശരിക്കും ഈശ്വരാധീനം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്നെങ്കിലും കൂടുതലായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് വീട്ടിൽ പറയണം, അതിൻ്റെ അകത്തൊന്നും മടി വിചാരിക്കരുത്. അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യണം, കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് കംപ്ലൈൻറ്റ് ചെയ്യണം. അവിടെയൊക്കെ നിങ്ങൾ മടി വിചാരിച്ചാൽ നിങ്ങളുടെ ആ ഭാവിയെ തീരുമാനമെടുക്കാനുള്ള ലക്ഷ്യത്തെ ഒക്കെ അത് സ്വാധീനിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പെൺകുട്ടി ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയോട് ഒരു പയ്യൻ വന്ന് ഇതുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇവിടെയൊക്കെ ഈ പണിയില്ലാതെ ചുമ്മാ നടക്കുന്ന ഒരുത്തനാണ്. ഈ സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ, നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ പലർക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ് എന്ന് കരുതി അത് ചിലർ വന്ന് ഇഷ്ടമാണെന്ന് പറയും, ചിലർ പറയത്തില്ലെന്നേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഈ ഒരു പയ്യൻ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പം നമ്മൾ പറഞ്ഞു ആ പെൺകുട്ടി പഠിച്ച് നല്ല നിലയിൽ വിടാനുള്ളതിന് അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പയ്യനോട് എന്നാ മോശമായി, ഈ പയ്യനെ എങ്ങനെ വിഷമിപ്പിക്കും? അവനെ അല്ലാതെ ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം, നീ അല്ലാതെ എനിക്ക് വേറൊരു ജീവിതമില്ല, ഞാൻ അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് പോകണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറയാം. പിന്നെ ശല്യം ചെയ്താൽ അത് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ പറയണം. അതിനൊക്കെയുള്ളൊരു ആർജവം കാണിക്കണം. അപ്പോൾ ആ പെൺകുട്ടിയായിട്ടുള്ള കല്യാണം നടന്നു. ആ പയ്യന് അവൻ ഇന്നും ജോലിക്ക് പോകത്തില്ല. ആ പെൺകുട്ടി അടുത്തുള്ള കടകളിൽ ഒക്കെ ചെറിയ ചെറിയ പണികൾക്ക് പോയാണ് നല്ല രീതിയിൽ പഠിച്ചു വന്ന പെൺകുട്ടി. അപ്പോൾ അടുത്ത് അതുപോലെ നിന്നു. ഞാൻ പറഞ്ഞ സ്വയം ഭാവി നശിപ്പിക്കരുത്. മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി ബലി കഴിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ലൊരു ജോലി നേടി ജീവിതത്തിൽ ലക്ഷ്യം സാധിച്ചെടുക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് എന്നെ ഇങ്ങനെ പറയും അങ്ങനെ ജീവിക്കുന്നവർക്കൊന്നും അവരുടെ എല്ലാം ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വയം തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് നമ്മൾ ഈശ്വരാധീനം കൊണ്ട് അല്ലെ പ്രാർത്ഥന കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ടൊക്കെ കിട്ടുന്ന ഉൾക്കരുത്ത്. അതാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മളുടെ തീരുമാനമെടുക്കാൻ. അത് ഈശ്വരൻ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മൾ നിറവേറ്റണം. അവിടെ നമ്മൾ പെശക് കാണിക്കുമ്പോഴാണ് ജീവിതം മുഴുവൻ താളം തെറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ല തള്ളിക്കളയാം. അല്ലെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഞാൻ ഒരു പ്രേമകാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാറില്ല. നമ്മളോട് യോജിച്ചിട്ടല്ലല്ലോ പോയി പ്രേമിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അത് അവനവൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രേമിക്കുകയോ പ്രേമിക്കാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒന്നിലൊരു അഭിപ്രായം പറയാറില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവനവനായിരിക്കണം. അത് ഉചിതമായ തീരുമാനങ്ങൾ എടുത്താൽ അവനവൻ അതിൻ്റെ ഗുണം കിട്ടും, അല്ലെ അതിൻ്റെ ദോഷവും കിട്ടും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവനവൻ തന്നെയാണ്. അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ഒരു ആരോഗ്യ പ്രശ്നത്തിന് എന്തിനാ ഒരു ജ്യോതിഷനോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവൻ്റെ അറിവില്ലായ്മ, ഒരു 5ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസം കാണത്തില്ലേ. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വണ്ടി കേടായാൽ
നിങ്ങൾ ഒരു യാത്ര പോകുന്ന ഒരു വണ്ടി കേടായാൽ നിങ്ങൾ ഓടി വന്നു ഒരു ജ്യോതിഷനെ കാണുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കലെ കണ്ടാലേ വണ്ടി നന്നാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന വാഹനം അല്ലെങ്കിൽ ശരീരമാകുന്ന വാഹനം കേടാകുമ്പോൾ അത് നന്നാക്കുന്ന മെക്കാനിക്കാണ് ഡോക്ടർ. ആ ഡോക്ടറെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാ വീഡിയോ കാണുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് നല്ലത് മാത്രം സ്വീകരിക്കുക, നല്ലത് മാത്രം വിശ്വസിക്കുക. ഒരുപാട് ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ട്. കൃഷ്ണൻ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടും, അല്ലെ പണത്തിൽ കുറവ് വരുമെന്ന്. എന്തോരം അബദ്ധമാണ് പറയുന്നത്. കൃഷ്ണൻ്റെ ഓടക്കുഴൽ വെച്ച പ്രതിമ ഇന്നോ നാളെയോ അല്ല, എത്ര കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം പല വീടുകളിലും ഇരിക്കുന്നുമുണ്ട്. ഇത് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വർക്ക് എപ്പോഴും വർക്കാണ്, വർക്കില്ലാത്ത സമയം ഉണ്ടായിട്ടില്ല. ഓടക്കുഴൽ വെച്ചാൽ എങ്ങനെ പൈസ കുറയുന്നത്? ഇതൊക്കെ ഓരോരുത്തർ ചുമ്മാ ഓരോ ഒന്നാമത്തെ കാര്യം, ഈ പലർക്കും പ്രായോഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. അതാണ് ഒരു പ്രശ്നം. പ്രാക്ടിക്കൽ നോളജ്, വിദ്യാഭ്യാസം, ഇതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട്. അതാണ് ഈ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നത്. നല്ല രീതിയിൽ പറയുന്ന ആളുകളും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് ലോകം ഉണ്ടായപ്പോൾ തൊട്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഏത് കാര്യം എടുത്താലും അതിൻ്റെ അത് നന്മയുണ്ട്, തിന്മയുണ്ട്. പക്ഷെ നമുക്ക് ഒരു 5ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമ്മൾ നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യണം. അത് ആര് പറഞ്ഞാലും, ഞാനെന്നല്ല ആര് പറഞ്ഞാലും, എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അതുപോലെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യാവുള്ളൂ. മോശം കാര്യങ്ങളുടെ പുറകെ പോയാൽ നല്ലത് പ്രതീക്ഷിക്കരുത്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീഡിയോയിൽ ഞാനീ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടത്തരങ്ങളുടെ പുറകെ പോകരുത്. അങ്ങനെ പോയവർക്ക് ഞാൻ പിന്നെ ആ വഴിയെ തിരിഞ്ഞ് നോക്കത്തില്ല. എന്ത് സംശയം ചോദിച്ചാലും അല്ലെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരത്തില്ല. ആ വാട്സപ്പ് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. എനിക്കിഷ്ടമല്ല ഈ നല്ല കാര്യങ്ങൾ കേട്ടിട്ട് മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്നത്. എനിക്കിഷ്ടമല്ല. പിന്നെ നല്ല കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടു, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഈ അബദ്ധങ്ങൾ അതിൻ്റെ പുറകെ പോകരുത് കേട്ടോ. ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. ഈശ്വരൻ നന്മ മാത്രം, അതാദ്യം മനസ്സിലാക്കുക. ഈശ്വരൻ പിന്നെ ഓരോരുത്തരും അവരവരുടെ സാർത്ഥതയ്ക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ആത്മീയമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഈശ്വരൻ്റെ പേര് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത്, അല്ലെ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നത്. അത് നമ്മളിലൂടെ വിചാരിച്ചാലേ നമ്മളെ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ 50% നമ്മൾ വിചാരിക്കുന്നുണ്ടാണ്, അല്ലാതെ ആർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലേ സ്വീകരിക്കാതിരിക്കാം. ഒരുപാട് അനുഭവങ്ങൾ കാണുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഒന്ന്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ധൈര്യം വേണം. 2, നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യണം. ഇതൊക്കെയാണ് ഈശ്വരാധീനമുള്ളവർ ചെയ്യുന്നത്. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്താൽ നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒരു ദോഷം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പറയുന്ന വഴിപാടുകളെ എണ്ണ കത്തിക്കാൻ പറയുന്നു, പുഷ്പാഞ്ജലി ചെയ്യാൻ പറയുന്നു, അതുകൊണ്ടൊക്കെ ദോഷമൊന്നും ഉണ്ടാകത്തില്ല, ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന്, അതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം, ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെയൊക്കെ ഫോളോ ചെയ്യുക, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഞാനെന്നല്ല ആര് പറഞ്ഞാലും കേട്ടോ. ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. ഉപ്പം ചേർത്ത് കിടന്നാൽ ദോഷമുണ്ടോ? ഓടക്കുഴലിനാ വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ്റെ ഓടക്കുഴലിൽ വെച്ച് കഴിഞ്ഞാൽ പണം പോകുമോ? എന്തോ അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള അങ്ങനെ കുറേ ആളുകൾ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സാറേ അത് ദോഷമുണ്ടോ, ഇത് ദോഷമുണ്ടോ? അതുപോലെ ചോറിനകത്ത് മുടി വീണാൽ ദോഷമുണ്ടോ? മുടി വീണാൽ നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് മുടി വീഴുന്നത്, അത് ദോഷമുള്ളതുകൊണ്ടല്ല. നമ്മുടെ ശ്രദ്ധ കുറവാണ്, ശ്രദ്ധിക്കണം. ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കാര്യത്തെ ശ്രദ്ധയോടെ ചെയ്യണം. കരിന്തിരി കത്തുന്നു നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആ സമയത്ത് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. അത് ആ ശ്രദ്ധയില്ലാതെ വീണ്ടും മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ വീഴ്ചകളുണ്ടാകാം, പല അപകടങ്ങളുണ്ടാകാം. അതുകൊണ്ട് ആ സമയം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ദോഷം നല്ലത് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധയില്ലാത്ത സമയങ്ങൾ അതിങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ
ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലി പ്രാണായാമം ചെറുപ്പത്തിലെ സ്വീകരിച്ചതാണ്. ശാസ്ത്രവിദ്യ ശിവവിദ്യ ചെയ്യുന്നതാണ്. നമ്മൾക്ക് സത്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഒരു കാര്യം എനിക്ക് തെറ്റാന്ന് തോന്നിയാൽ തെറ്റാന്ന് തന്നെ പറയും. എനിക്ക് ശരിയോ ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ വീഡിയോ പറയാറുള്ളൂ. എനിക്ക് അനുഭവമുള്ളതല്ല, ഞാൻ പറഞ്ഞ് ചെയ്തിട്ട് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ അത് മാത്രമേ പറയാറുള്ളൂ. ഞാൻ ഈ കുറേ നാൾ മുമ്പ് ഒരാൾ മരിച്ച ഒരു സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് ഒരു വേണ്ടപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഒരു സാമ്പത്തികമുള്ള ആളോ അല്ലെങ്കിൽ അധികാരമുള്ള ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കാണും. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായത് കാരണം പുള്ളിയെ മരിക്കുമ്പോൾ കുളിപ്പിക്കാവുന്ന ചടങ്ങുണ്ട്. മരിച്ചു കിടക്കുന്ന ആ ഡെഡ് ബോഡി ശവശരീരം നമ്മൾ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് കുളിപ്പിക്കുമ്പോൾ ആരെങ്കിലും അത് മറ്റുള്ളവർ എല്ലാവരും കൂടി അത് കുളിപ്പിക്കണം. അതിനാരും മുന്നോട്ട് വരുന്നില്ല. ഞാനും നമ്മുടെ കുറേ ആളുകളും സഹോദരങ്ങളും മുന്നോട്ട് വന്നു. ഞങ്ങൾ ആ കുളിപ്പിച്ച് വേറെ ഒരു പുള്ളിയുടെ ഒരു സുഹൃത്തും മുന്നോട്ട് വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഇദ്ദേഹവും ഞാൻ മരിച്ചു കിടക്കുന്ന ഇദ്ദേഹവും ഞാനുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. നാളെ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ നമ്മളീ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇനിയിപ്പോൾ എനിക്ക് എത്ര നാൾ എൻ്റെ ജീവിതം ഉണ്ടെന്ന് അറിയത്തില്ല. ഈ ആയുസ് ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈശ്വരൻ്റെ ഇരിക്കുന്ന കാര്യം. അപ്പോൾ ഇനി എത്ര നാൾ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്നാലാവുന്ന ചെറിയ ചെറിയ നന്മകൾ ആരും അറിയാതെ ചെയ്യുക. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്. പിന്നെ എനിക്ക് അപ്പോഴത്തേനും ആത്മീയ വിദ്യ കിട്ടിയിരുന്നു, ശിവവിദ്യ കിട്ടിയിരുന്നു. അപ്പോൾ കൂടുതൽ അന്ന് ഇച്ചിരി ഉഴപ്പായിരുന്നു. കൂടുതൽ ശിവവിദ്യ ചെയ്ത് ഭഗവാനിൽ കൂടുതൽ മനസ്സുകൊണ്ട് ലയിക്കുക എന്ന ആ ശവശരീരം കഴുകിയപ്പോൾ ഞങ്ങൾ കുളിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനമുണ്ട്. ഇത്രയൊക്കെയുള്ള ജീവിതം. അല്ലാതെ ഈ ഓടി നടന്ന് ഉണ്ടാക്കുന്നതും മറ്റുള്ളവനെ പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കുന്നതും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വീഡിയോ ഇന്നേ വരെ ഞാനൊരു വ്യൂസിന് വേണ്ടി ചുമ്മാ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളോ ഒരാളെ കുഴിച്ചടിക്കുന്ന കാര്യങ്ങളോ മണ്ടത്തരങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ലോജിക്കുള്ള ഒരാൾക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ള അനുഭവമുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതുകൊണ്ടൊരു സംതൃപ്തിയുണ്ട്. അല്ലെ വീട്ടിൽ ഒരെന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, പറയുന്നതിനും അറിയാം, കേൾക്കുന്നതിനും അറിയാം മണ്ടത്തരമാണ്. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ അതെങ്ങനെ ചെയ്യണം, അത് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അഗസ്ത്യരി എന്നുള്ള സാക്ഷാൽ ശിവവിദ്യ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു കാര്യം പാലിക്കുന്നതുകൊണ്ടാണ്. ഒരു അവധൂതൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ആദ്യം ഒരു അവധൂതനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഒരാൾ എനിക്ക് അഗസ്ത്യ പരമ്പര എന്നുള്ള ആ ശിവരാജയോഗം നൽകി. അത് ഞാൻ ഈ സത്യത്തെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഹിമാലയത്തിലൊന്നും പോയിട്ടില്ല, പക്ഷേ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആ ശിവരാജയോഗം ചെയ്യുന്നുണ്ട്. എനിക്ക് ആ അഗസ്ത്യ ഗുരുപരമ്പരയിലെ ആ യഥാർത്ഥ വിദ്യ കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പലരും ഈ യൂട്യൂബിലൊക്കെ വന്നു പറഞ്ഞാൽ എന്തെല്ലോ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്, നമ്മൾ ആ ശിവനെ അനുഭവിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ നിങ്ങളോട് അത് ചിന്തിക്കണം. നിങ്ങളുടെ ബുദ്ധിക്ക് അവിടെ ഇതിൻ്റെ അകത്ത് ഇത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ശരിയാന്ന് തോന്നിയാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ പോയി ചാടും. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞത്. എനിക്ക് ബോധ്യമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാനുള്ള തലങ്ങൾ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോം ശിവശിവ. ഓം ശിവായ നമഃ. യന വശിമ മവയ നശി ശിയ നമവ വശിമയന. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാക്ഷാൽ ഭഗവാൻ നാരായണനെ കൂടെ ഒന്ന് സ്മരിച്ചു. കാരണം എപ്പോഴും ഞാൻ ശിവകാര്യങ്ങളാണ് പറയുന്നത്, ഇതെല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ. ശിവനും നാരായണനും പതിവാളി എനിക്ക് ആരും തമ്മിൽ ഒരു പക്ഷപാതവുമില്ല, എല്ലാവരും ഒരുപോലെ. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഭഗവാനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് ഭഗവാനെ കൂടെ ഞാൻ സ്മരിച്ചത്. അപ്പം കാലദേശങ്ങൾക്കപ്പുറത്തുള്ള, കാലവും ദേശവും ഒന്നും ഇല്ലാത്ത കാലദേശങ്ങൾക്കപ്പുറത്ത് സ്പഷ്ടനും അസ്പഷ്ടനുമാണ്, വ്യക്തവുമാണ് അവ്യക്തവുമാണ്. കാലദേശങ്ങൾ, ടൈം സ്പേസ് ഇതൊന്നും ബാധിക്കാത്ത കാലദേശങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു മാത്ര, കാണുന്ന മാത്രയെ പോലെ സർവ്വ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ബ്രഹ്മസ്വരൂപമായ ഭഗവാൻ ഗുരുവായൂരിൽ വസിക്കുന്നു എന്നുള്ളത് ഗുരുവായൂരിൽ ഉള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാണ്. അപ്പം ശിവഭഗവാനെ സ്മരിക്കുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പനെ കൂടെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ ശിവശിവ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിപും ശിവോഹം, ഗുരും പരം ശിവോഹം എന്ന് വെച്ചാൽ ഓം ശിവം സർവം ശിവോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശിവനാണ്. ദേഹം ശംഭും ശിവോഹം, ദേഹം ശരീരവും ശിവനാണ്. ദേവം വിപും ശിവോഹം, ദേവൻ ഈശ്വരനും ശിവനാണ്. ഗുരും പരം ശിവോഹം, ഗുരുവും ശിവനാണ്. ഇത് അഘോരികളുടെ ഒരു മന്ത്രപദ്ധതിയാണ് ഇപ്പോൾ ജപിച്ചു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.